എല്ലാത്തിനും ഒരു സൈക്കോളജി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡിങ്ങിനും ഒരു സൈക്കോളജി ഉണ്ട്. ഇപ്പോൾ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പോലെ ട്രേഡിങ്ങിനും ഒരു സൈക്കോളജി ഉണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പം ഇപ്പോൾ മാർക്കറ്റ് ഈ ചാർട്ടും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് എവിടെയാണ് എന്താണ് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ വിചാരിച്ച ലെവലിൽ വന്നോളണമെന്നില്ല. അവിടെയാണ് നമുക്ക് ട്രേഡിംഗ് സൈക്കോളജിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അവിടെ ട്രേഡിംഗ് സൈക്കോളജി ഉള്ള ഒരാൾക്ക്, സൈക്കോളജി പഠിച്ച ഒരാൾക്ക് അവിടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണോ എന്താണോ എന്നുള്ളത് അവിടെ നമുക്ക് കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ തന്നെ വരും. അപ്പോൾ ഫ്രം മൈ എക്സ്പീരിയൻസ് എന്താണെന്ന് ചേർക്കുകയാണെങ്കിൽ എൻ്റെ ട്രേഡിങ്ങിൽ എപ്പോഴും എവിടെ ആണെങ്കിലും എനിക്ക് കറക്റ്റ് ആ ഒരു പോർഷൻ ഇപ്പം ഉറക്കത്തിലാണെങ്കിലും കറക്റ്റ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് കറക്റ്റ് പൊസിഷനിൽ വരുമ്പോൾ ഞാൻ അറിയും. ഉറക്കത്തിലാണെങ്കിൽ ഞാൻ അറിയും. ഓൾമോസ്റ്റ് കേസിൽ ഞാൻ മോർണിംഗ് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. എക്സ്പീരിയൻസ് ഓക്കെ, അതെന്തായാലും വേണം. അതിന്റെ കൂടെ സൈക്കോളജി പഠിക്കുകയും വേണം. അതിന് വേണ്ട ബുക്സ് കാര്യങ്ങൾ വായിക്കുക, അതിന് വേണ്ട മെഡിറ്റേഷന് കാര്യങ്ങൾ ചെയ്യുക, വിഷ്വലൈസേഷന് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ചാർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൈൻഡിലേക്ക് കയറ്റണം. മൈൻഡിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം ഈ ചാർട്ട് ഫുള്ള്, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഫുള്ള് മൈൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. അതിപ്പോൾ ഏത് മാർക്കറ്റ് ആയാലും നമ്മൾ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഉണ്ടാവേണ്ടത്. മനസ്സിലുണ്ടാവണം, മൈൻഡിൽ ആ ചാർട്ട് ഉണ്ടാവണം.